യേശു ക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല, ഒരു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം വന്നതാണ് യേശു. അവൻ സർവ്വജനത്തിനും വേണ്ടി. അതാണ് യേശുവിനെ ജനത്തിന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സർവ്വജനത്തിനും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം. ഇതാണ് യേശുവിനെ കുറിച്ച് പറയുവാൻ ഞാൻ ആവേശം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എത്ര അടിച്ചാലോ ഇടിച്ചാലോ എത്ര തെറി പറഞ്ഞാൽ ആട്ടി ഓടിച്ചാലോ ഞങ്ങൾക്ക് മരിക്കാൻ വരെ തയ്യാറായിക്കൊണ്ട് പ്രസംഗിക്കാൻ കാരണം യേശുവിന്റെ സുവിശേഷം എവിടെ പ്രസംഗിച്ചാലും അവിടെ സമാധാനം ഉണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകും, അവിടെ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. സ്തോത്രം. ഇതാണ് സുവിശേഷത്തിന്റെ കാതലായ വിഷയം. സുവിശേഷത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. എന്താണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഇങ്ങനെ പ്രസംഗിക്കാൻ കാരണം? മറ്റുള്ള അനേക നേതാക്കന്മാരുണ്ട്. ഒരു ഇങ്ങനെ പറഞ്ഞു, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞനും കാലചക്ര വിപ്ലവത്തിൽ അമർന്നുപോയി. പിന്നെ നമുക്കെന്ത് ശങ്ക, മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ലോകം കണ്ട സകല മഹാന്മാരും മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി അവർക്ക് വേണ്ടി ഇനി ഒരു കാര്യം ശേഷിക്കുന്നില്ല. അവൻ ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കാടുന്ന കർത്താവായ യേശു അവന് 3 ദിവസമേ കല്ലറയുടെ അകത്ത് ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. 3ാമത്തെ ദിവസം ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് 3ാം നാൾ ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകല് ഈ ദേശത്തോടെ വിളിച്ചു പറയുന്ന ഒറ്റ കാര്യമുണ്ട്. വിശുദ്ധ തിരുവചനം ഇങ്ങനെ പറയുന്നു, മറ്റ് ഒരുത്തരിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർ ഇടങ്ങൾക്കപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് ഈ ദേശത്തോടെ ശക്തിയോടെ വിളിച്ചു പറയും, ഒരു നാമമുണ്ട്. ആ നാമത്തിന്റെ പേരാണ് കർത്താവായ യേശു.